എല്ലാവർക്കും എൻ്റെ പൊൻവീട്ടിലേക്ക് സ്വാഗതം. ഇന്നൊരു ട്രിക്കാണ് കേട്ടോ, എളുപ്പപ്പണി. അപ്പോൾ ഇഡ്ഡലിയൊക്കെ ഇഷ്ടപ്പെടാത്തവർക്ക് വേണ്ടി നമുക്ക് ദോശമാവ് കൊണ്ട് അടിപൊളി ഒരു അപ്പം ഉണ്ടാക്കാം. അതാണ് ഞാൻ ഇന്നലെ ഒരു ഇഡ്ഡലി മാവ് തിരക്ക് കാരണമാണ് പുറത്തുനിന്ന് വാങ്ങിച്ചത്. സാധാരണ പുറത്തുനിന്ന് വാങ്ങിക്കാറില്ല, ഞാൻ തന്നെയാണ് ശരിയാക്കുന്നത്. സമയക്കുറവ് കൊണ്ട് ഒരു മാവ് വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പോൾ ആ മാവ് കൊണ്ട് ദോശ, നെയ്റോസ്റ്റ് ഇന്നലെ ഉണ്ടാക്കി. ഇഡ്ഡലി എന്ന് പറയുമ്പോൾ ഇവിടെ എൻ്റെ ഹസ്ബൻഡിന് ഇഷ്ടമല്ല. അപ്പോൾ അത്രയ്ക്ക് താല്പര്യം ഇല്ലാത്തത് കൊണ്ട് ഞാൻ എന്ത് ചെയ്ത്, ഇഡ്ഡലിയാണെന്ന് പറയുമ്പോഴേ അവർക്കൊരു മുഖത്തിനൊരു വല്ലാത്തൊരു മാറ്റം വരും. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു എന്തൊക്കെയായാലും രാത്രി കിടന്ന് ചിന്തിച്ചു എന്തുണ്ടാക്കും. അപ്പോൾ ഞാനൊരു പണി ചെയ്തു. അപ്പോൾ ഇഡ്ഡലി മാവ് ഞാനൊരു പാത്രത്തിലോട്ട് ഒഴിച്ചു. എന്നിട്ട് അതിനകത്ത് കുറച്ച് തേങ്ങ അരച്ച് ചേർത്ത്, തേങ്ങ നല്ലോണം അങ്ങ് അരച്ച് ചേർത്തിട്ട് ഇത്തിരി ഒരു നുള്ളു പഞ്ചസാരയും കുറച്ച് ഈസ്റ്റും ഒരു പിഞ്ചോളം സോഡാപ്പൊടിയും ഉപ്പും കൂടെ ഇട്ട് നല്ലോണം ഇളക്കി അടച്ചു വെച്ചിട്ട് ഞാൻ വിചാരിച്ച് നോക്കാം ദോശ എങ്ങനെ ചുട്ട് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പം ചുട്ട് നോക്കാൻ പറ്റുമെന്ന് നോക്കി. അപ്പോൾ ദോശക്കല്ലിലാണ് ഇത് ഒഴിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു കാര്യം എന്ന് വെച്ചാൽ പരത്താതെ ഇങ്ങനെ തന്നെ ഒഴിച്ച് അടയ്ക്കുക. നമുക്ക് നോക്കാം അപ്പം ആവുമെന്ന് നോക്കാം കേട്ടോ. നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ആദ്യത്തെ പരീക്ഷണമാണ്. നല്ലതാണെങ്കിൽ അത് എല്ലാവരും ഇത് മുന്നോട്ട് കൊണ്ടുപോകുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ്, നമുക്ക് നോക്കാം. നല്ല ഹോളൊക്കെ വീണിട്ടുണ്ട്, അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ ദോശമാവ് കൊണ്ട് തന്നെ കുറച്ച് തേങ്ങയും കുറച്ച് ഒരു നുള്ളു ഈസ്റ്റും ഒരു നുള്ളു പഞ്ചസാരയും ഒരു പിഞ്ചോളം സോഡാപ്പൊടിയും ഇട്ട് കലക്കി വെച്ചിരുന്ന നമുക്ക് ഈ ദോശമാവ് കൊണ്ട് തന്നെ നല്ല അപ്പവും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാ വീഡിയോ ഇഷ്ടപ്പെട്ടല്ലോ. അപ്പോൾ ഈ ട്രിക്ക് ഞാൻ ഇന്ന് രാത്രി കിടന്ന് ചിന്തിച്ച് രാവിലെ ഒരു സീൻ ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചു. ഇഡ്ഡലി എന്ന് പറയുന്ന ഒരു സീനാവും ഇവിടെ കേട്ടോ, ഇഡ്ഡലി എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇല്ലാതാക്കാൻ വേണ്ടി ഞാനൊരു പരീക്ഷണം ചെയ്തതാണ്. അത് വിജയിച്ചിരിക്കുന്നു. അടിപൊളി അപ്പം ഉണ്ടാക്കാൻ പറ്റി. അപ്പോൾ എല്ലാവരും ശ്രമിച്ച് നോക്കണം. നമുക്ക് ഒന്നും കൂടി കോരി ഒഴിക്കാം. പരത്തരുതെന്ന് മാത്രമേ ഉള്ളൂ, ദോശയാവരുത്. ഇന്നലെ ദോശയാണ്ട് ഇന്നും ദോശയാണെങ്കിൽ ശരിയാവത്തില്ല. ഇത് പരത്തരുത്, കോരി ഒഴിച്ചാൽ മാത്രം മതി. അടച്ചു വയ്ക്കാം. അതിൻ്റെ കൂടെ കഴിക്കാൻ ഞാൻ നേരത്തെ തന്നെ ഒരു മുട്ട റോസ്റ്റും കൂടെ ശരിയാക്കുന്നുണ്ട്. മുട്ട റോസ്റ്റ് എന്ന് വെച്ചാൽ ഡ്രൈ ആയിട്ടിരിക്കും, വെള്ളമൊന്നുമില്ല. ഇങ്ങനെ എടുത്ത് കഴിക്കാൻ പറ്റുന്നൊരു മുട്ട റോസ്റ്റാണ് കേട്ടോ. ഉള്ളിയൊക്കെ നല്ലോണം വഴറ്റിയെടുത്ത് നല്ലോണം മൂപ്പിച്ച് എടുത്ത് മുട്ട പുഴുങ്ങിയതും ഇട്ട് എടുക്കുന്നൊരു റോസ്റ്റാണിത്. ഇതിങ്ങനെ തന്നെ ഇരിക്കും കേട്ടോ. എടുത്ത് ഇങ്ങനെ അപ്പമായിട്ട് ഞാൻ കട്ട് ചെയ്ത് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു വെള്ളമയം ഇല്ലാത്ത ഒരു റോസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ എൻ്റെ പരീക്ഷണം വിജയിച്ചു എന്ന് തോന്നുന്നു. അപ്പോൾ ഇഡ്ഡലി മാവ് കൊണ്ട് ഞാൻ അപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ശ്രമിച്ച് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീണ്ടും പറയുന്നു, ലൈക്കും വേണം, ഷെയറും വേണം, സബ്സ്ക്രൈബും വേണം കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കൊച്ചു ട്രിക്കുകൾ പറയുന്നത് എനിക്കൊരു ലൈക്കെങ്കിലും തരണേ. ഓക്കെ, അടുത്തൊരു വീഡിയോസുമായിട്ട് അടുത്ത ദിവസം കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.